ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടുപേരുടെയും ഇവിടത്തെ വാസം കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കോടതി തീരുമാനിക്കും. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം രണ്ടുപേരുടെയും പോലീസ് സ്റ്റേഷനിലെ നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തില് ചുമത്തേണ്ട വകുപ്പുകളൊക്കെ കൃത്യമായിട്ടും ഞാൻ ചുമത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും എത്ര കൊമ്പത്ത വക്കീൽ വന്ന് വാദിച്ചാലും നീയൊന്നും പുറത്തിറങ്ങില്ല. പിന്നെ നിന്റെ കാര്യം, ചിലപ്പോ ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ എന്തെങ്കിലും ഒരു ഇളവ് നിനക്ക് കിട്ടിയേക്കും. വേണ്ട സർ, വരുണ് കിട്ടാത്ത ഒരിളവും എനിക്കും വേണ്ട. വരുണ് എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം ഇനി എനിക്ക് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. അത് സാറിന്റെ മുൻപിലായാലും ശരി, കോടതിയുടെ മുൻപിലായിരുന്നാലും ശരി, നെഞ്ചിൽ തൊട്ട് ഞാനത് പറയും. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ശിക്ഷ വിധിച്ച ഞങ്ങൾ ഒരുപോലെ അത് അനുഭവിക്കും. സത്യത്തിൽ ഇതൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതാ, എന്നിട്ടിത് സോഷ്യൽ മീഡിയയിലേക്ക് നേരിട്ട് വിടണം. അവിടെ ഇപ്പോ നെഗറ്റീവുകളൊക്കെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അനിയത്തിയുടെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിന്നെ കുറിച്ച് ചിലപ്പോ അവിടെ വാഴ്ത്തിപ്പാടലുകളൊക്കെ ആരംഭിക്കും. കളിയാക്കണ്ട സാറേ, ആര് കളിയാക്കലില്ലെങ്കിലും ഇതെന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യ. അക്കാര്യം ഈ ലോകത്ത് ആർക്കും നിഷേധിക്കാനാവില്ല. മതി മതി, നീ വണ്ടി കയറ്. ഇനി നിന്റെയൊക്കെ അഭ്യാസം ഞാൻ കോടതി കണ്ടോളാം. വേഗം പിടിച്ചു കയറ്റ്. ഉർവശി, ചന്ദ്രശേഖരൻ എവിടെ? ചന്ദ്രേട്ടൻ കോടതി പോവാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുക. പത്മിനി, വരുണിന് ജാമ്യം കിട്ടിയാല് കുടുംബക്ഷേത്രത്തിൽ ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരും കൂടി പോയി നടത്തുകയും വേണം. ദൈവങ്ങള് കോട്ടുവിട്ടേ കോടതിയിൽ വാദിക്കാൻ വരില്ലല്ലോ അമ്മേ. അമ്മ നോക്കി പേടിപ്പിക്കണ്ട. കുടുംബത്തിലൊരു വീഴ്ച വന്നപ്പോ ഓടി നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും ചന്ദ്രേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ മനസ്സിലും ചന്ദ്രേട്ടനൊരു പരിഗണനയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ചന്ദ്രേട്ടൻ ഈ കുടുംബത്തിന് ചെയ്യുന്ന കഷ്ടപ്പാടുകള് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടും കൂടിയില്ല.